സിനിമാ സംവിധായകനും നടനുമായ മേജർ രവിയെ ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷനാക്കി. കണ്ണൂരിൽ നിന്നുള്ള മുൻ കോൺഗ്രസ് നേതാവ് സി രഘുനാഥിനെ ദേശീയ കൗൺസിലിലെ എത്തും. ഇരുവരെയും കെ സുരേന്ദ്രൻ നാമനിർദ്ദേശം ചെയ്തു. ബി.വി. അരുൺ വിവരങ്ങൾ പങ്കുവെക്കും. അരുൺ, അടുത്ത കാലത്തായി ബി.ജെ.പിയിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു മേജർ രവി. ഒപ്പം രഘുനാഥും വളരെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവായിരുന്നു. എന്തൊക്കെയാണ് ഇവരുടെ സ്ഥാന സംബന്ധിച്ച വിവരങ്ങൾ? ഇത് കഴിഞ്ഞ ദിവസമാണ് മേജർ രവിയും രഘുനാഥും ഡൽഹിയിലെത്തി ബി.ജെ.പിയിൽ ഔദ്യോഗികമായി അംഗത്വമെടുത്തത്. അത് ഔദ്യോഗികമായി ചേർന്നത്. തൊട്ടു പിന്നാലെ അവർക്ക് രണ്ടുപേർക്കും ഭാരവാഹിത്വം നൽകുകയാണ് ബി.ജെ.പി. നേതൃത്വം. മേജർ രവി ബി.ജെ.പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായാണ് മേജർ രവി നാമനിർദ്ദേശം ചെയ്തത്. സി രഘുനാഥ് ദേശീയ കൗൺസിൽ അംഗമാണ്. രണ്ടുപേരെയും നാമനിർദ്ദേശം ചെയ്തതായി ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് അറിയിച്ചിരുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് നടൻ ദേവനെ ബി.ജെ.പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനാക്കിയത്. അങ്ങനെ ഒരു സിനിമാ മേഖലയെ ബന്ധപ്പെട്ട ഒരാൾ കൂടി ബി.ജെ.പിയുടെ ഉപാധ്യക്ഷനാകുന്നു. ബി.ജെ.പിയിലേക്ക് വരുന്ന നേതാക്കൾക്ക് വലിയ പ്രാധാന്യം നൽകും, പ്രധാന വ്യക്തികൾക്ക് വലിയ പ്രാധാന്യം നൽകുമെന്നൊരു സൂചന ഇതിനെ കാണണം. മേജർ രവി ആദ്യഘട്ടത്തിൽ ബി.ജെ.പിയുമായി അടുത്ത ബന്ധം പുലർത്തിയ ആളാണ്. ബി.ജെ.പി. നേതൃത്വവുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയ ആളാണ്. പിന്നീട് അദ്ദേഹം നേതൃത്വം തള്ളിപ്പറഞ്ഞ് കോൺഗ്രസിലേക്കുള്ള ചായ്വ് പരസ്യമാക്കിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ബി.ജെ.പിയിലേക്ക് വരുന്നത്. സി രഘുനാഥ് പിണറായിക്കെതിരെ കഴിഞ്ഞ തവണ ധർമ്മടം മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിച്ച ആളാണ്. കെ സുധാകരൻ്റെ ഏറ്റവും അടുത്ത അനുയായികൾ ഒരാൾ കൂടിയായിരുന്നു രഘുനാഥ്. ഈ രണ്ട് പ്രധാനപ്പെട്ട ആളുകളാണ് ഇപ്പോൾ ബി.ജെ.പിയുടെ നേതൃത്വത്തിലേക്ക് വരുന്നതും. അവർക്ക് ഒരാൾ ഉപാധ്യക്ഷനായും മറ്റൊരാളെ ദേശീയ കൗൺസിൽ അംഗമായും നേതൃത്വം തിരഞ്ഞെടുത്തതും. ഈ നേരത്തെ അരുൺ പറയുന്ന പോലെ ദേവന് ഉപാധ്യക്ഷ സ്ഥാനം നൽകുന്നു. നേരത്തെ പല നേതാക്കളും ബി.ജെ.പിയിലേക്ക് വന്ന പലരും വിട്ടുപോയത് അർഹമായ പരിഗണന കിട്ടുന്നില്ല എന്ന ആക്ഷേപത്തിന്റെ പുറത്താണ്. കേന്ദ്ര നേതൃത്വത്തിന്റെ ശക്തമായ നിർദ്ദേശം സംസ്ഥാന നേതൃത്വത്തിനുണ്ട്. ഇത്തരത്തിലുള്ള ആൾക്കാരെ പരിഗണിക്കുമെന്നുള്ളത് അതാണോ ഈ നിലപാട് മാറ്റത്തിനൊക്കെ കാരണം എന്ന് വേണം കരുതാൻ. കാരണം ബി.ജെ.പിയുടെ ആദ്യം അടുത്ത സിനിമാക്കാരിൽ ഒരാൾ ഭീമൻ രഘു ആയിരുന്നു. രഘു പിന്നീട് ബി.ജെ.പിയെ തള്ളിപ്പറഞ്ഞ് അർഹമായ പരിഗണന ലഭിക്കുന്നില്ല എന്ന് പരിതപിച്ചുകൊണ്ട് എ.കെ.ജി. സെന്ററിലെത്തി എം.വി. ഗോവിന്ദനെ നേരിട്ട് കണ്ട് CPM-ലേക്ക് ചേരാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. പിന്നീട് CPM വേദികളിൽ അദ്ദേഹത്തെ പലയിടത്തും ഉൾപ്പെടുത്തുകയും ചെയ്തു. മറ്റൊരാൾ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി പോലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സംവിധായകൻ രാജസേനനാണ്. രാജസേനനും അർഹമായ പരിഗണന, കലാകാരന്മാർക്ക് അർഹമായ പരിഗണന നൽകുന്ന പാർട്ടിയല്ല ബി.ജെ.പി. അവിടെ പോയി തെറ്റായിപ്പോയി എന്ന് പരിതപിച്ചുകൊണ്ട് ബി.ജെ.പി. വിട്ടിരുന്നു. അതിനുശേഷമാണിപ്പോൾ ബി.ജെ.പി. വിട്ടുപോയ ഒരാളും കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവായിരുന്ന രഘുനാഥും ബി.ജെ.പിയിലേക്ക് വരുന്നത്. സ്വാഭാവികമായും രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ ബി.ജെ.പിയിലേക്ക് വരുന്ന പ്രമുഖർക്ക് അവർ അർഹിക്കുന്ന പ്രാധാന്യം കൊടുക്കണം, അവർക്ക് സംഘടനാ തലത്തിൽ അർഹിക്കുന്ന പരിഗണന കൊടുക്കണമെന്ന കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശം കൂടി നടപ്പാക്കുകയാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വം. ശരി.